ആഗോള അയ്യപ്പ സംഗമത്തിലെ പുതിയ ഓഡിറ്റ് റിപ്പോർട്ടിൽ അന്വേഷണം വേണമെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്ത്. ചെലവഴിച്ച 3 കോടി രൂപയും സ്പോൺസർഷിപ്പിലൂടെ ലഭിച്ചതാണ്. 1 രൂപ പോലും ദേവസ്വം ബോർഡിൽ നിന്ന് ചെലവഴിച്ചിട്ടില്ല എന്നും PS പ്രശാന്ത് പറയുന്നു. VS അനുവാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. അനു, എന്തായാലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിലെ ഈ ചെലവിനെ കുറിച്ച് വലിയ തരത്തിൽ ചർച്ചയുണ്ട്. അതിലാണ് ഇപ്പോൾ ഓഡിറ്റ് റിപ്പോർട്ടിൽ അന്വേഷണം വേണമെന്ന് PS പ്രശാന്ത് തന്നെ പറയുന്നത്. എന്താണ് അദ്ദേഹത്തിന്റെ ആവശ്യം? ഈ ശബരിമലയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട് അതിന്റെ ഓഡിറ്റ് റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഈ വാർത്തയുടെ ഒരു സത്യാവസ്ഥ പരിശോധിക്കേണ്ടതുണ്ട്. കാരണം നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്, ഇപ്പോൾ ഈ പറയുന്ന ഭജൻസിന്റെ പരിപാടി ഉൾപ്പെടെ അന്ന് വൈകിട്ട് യേശുദാസിന്റെ പരിപാടിയാണ് പമ്പാ തീരത്ത് നിശ്ചയിച്ചിരുന്നത്. പക്ഷെ അതല്ലല്ലോ നടന്നത്. അങ്ങനെ പല പരിപാടികൾ നിർദ്ദേശം നൽകിയ പ്രപ്പോസലാണ് ഇപ്പോൾ വാർത്തയായി ഇപ്പോൾ ചാനലുകളിൽ അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ നിറയുന്നത് എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ഇത് തന്നെയാണ് PS പ്രശാന്തും പറയുന്നത്. കാരണം നിലവിൽ 3 കോടി രൂപ മാത്രമാണ് ഈ പറയുന്ന ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് ചെലവഴിച്ചിട്ടുള്ളത്. അത് 3 കോടി രൂപയും ഈ സ്പോൺസർഷിപ്പായി ലഭിച്ചതാണ്. അത് ഈ പറയുന്ന കേരള ബാങ്കിൽ നിന്ന് 1 കോടി, ധനലക്ഷ്മി ബാങ്കിൽ നിന്ന് 1 കോടി, അത് കൂടാതെ അദാനിയിൽ നിന്ന് 1 കോടി രൂപ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ ഏകദേശം 4 കോടി രൂപയോളം ലഭിച്ചിട്ടുണ്ട്. അതിൽ നിന്നുള്ള ചെലവാണ് നടന്നിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ ഈ ഇല്ലാത്ത പരിപാടി നടത്തി ബില്ലെടുത്തു എന്നൊക്കെ പറയുന്നത് ഈ പ്രപ്പോസലിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇല്ലാത്ത തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ് എന്നാണ് ഇപ്പോൾ നമുക്ക് ദേവസ്വം ബോർഡിന്റെ അധികാരികളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. PS പ്രശാന്ത് തന്നെ അക്കാര്യം ഇപ്പോൾ പറയുന്നു. 2025 ഇതുമായി ബന്ധപ്പെട്ട് നൽകിയ ഹൈക്കോടതി നൽകിയ കണക്കിൽ പോലും ഏകദേശം 4.5 കോടി രൂപയും GST മാത്രമാണ് ഉള്ളത്. അല്ലാതെ ഈ പറയുന്ന 8 കോടി രൂപയൊന്നും ഉണ്ടായിട്ടില്ല, അത് വന്നിട്ടില്ല. അങ്ങനെ വരുന്ന ഈ ഓഡിറ്റ് റിപ്പോർട്ട് എവിടെ നിന്നാണ് വന്നത് എന്ന് പരിശോധിക്കണമെന്നാണ് PS പ്രശാന്ത് ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ആവശ്യപ്പെടുന്നത്. ശരിയാണ്.